ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ബീഫ് കറിയാണിത്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 വലിയ ഉള്ളി, പിന്നെ ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വലിയ ഉള്ളിയും ചെറുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി അധികമായി പോവണ്ട, ചെറിയൊരു പുളിപ്പുണ്ടാവും നമ്മുടെ ഈ ഒരു ബീഫ് കറിക്ക്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത 1 കിലോ ബീഫാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. ഇനി ഇത് കൂടി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പൊടികളും ഈ ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് എല്ലാതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ. എല്ലാം കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളം ഇങ്ങനെ വറ്റി വരും, അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട് തന്നെ വെള്ളം 2-3 പ്രാവശ്യം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ബീഫിന് നല്ല വേവില്ല ബീഫുണ്ട്, കുറഞ്ഞ വേവില്ല ബീഫുണ്ട്. എങ്കിലും കുറച്ചൊക്കെ സമയം നമ്മൾ ബീഫിന് വേവാൻ ആവശ്യമാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1.5 സ്പൂണ് വലിയ ജീരകപ്പൊടിയാണ്. വലിയ ജീരകപ്പൊടി ഞാൻ ആദ്യം പൊടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ പൊടിച്ചപ്പോൾ ചേർക്കണം. ഇത് നമുക്ക് ആദ്യം തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതാ ബീഫിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബീഫ് വേവാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ബീഫിൻ്റെ വേവാവുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് നോക്കിയാണ്ട് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതാ ഈ ബീഫ് ഒരു 1/4 വേവായിട്ടുണ്ട് കേട്ടോ. ഇനിയും വേവാനുണ്ട്. ബീഫ് നന്നായി വെന്ത് വരണം. അപ്പോൾ ഞാൻ എരിവ് വളരെ കുറച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മുളക് പൊടി നിങ്ങൾക്ക് ഇതിലേറെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, കുരുമുളകൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ കുട്ടികൾക്കൊന്നും എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും അധികമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തിക്ക് ആയിട്ടുള്ളൊരു കറി തന്നെയാണത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലേശം മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിച്ചപ്പ് കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും, ബീഫ് കറിക്കൊക്കെ. ഈ ബീഫ് ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കാവുന്നതാണ്. ഒരു 4 വിസിലടുപ്പിച്ചുകൊണ്ട് ഒന്ന് ഓഫാക്കി എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബീഫ് കറിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.